പക്ഷികൾ കഴിഞ്ഞാൽ ലോകത്ത് വലുപ്പത്തിൽ രണ്ടാമതുള്ള പക്ഷികളാണ് എമു. മെയിൻലാൻഡ് എമു എന്നാണ് ഇവയിപ്പോൾ അറിയപ്പെടുന്നത്. നിലവിൽ ഓസ്ട്രേലിയയാണ് ഈ പക്ഷികൾ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ന് ഓസ്ട്രേലിയയിലുള്ള മെയിൻലാൻഡ് എമു പക്ഷികൾക്ക് 2 മീറ്റർ വരെയൊക്കെ പൊക്കം വയ്ക്കാറുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയൊക്കെ ഓടാൻ ശേഷിയുള്ള ഇവ ഒട്ടക പക്ഷികളെ പോലെ തന്നെ പറക്കാറില്ല. കങ്കാരു പോലെ തന്നെ ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ചിഹ്നമായാണ് എമു പക്ഷികൾ പരിഗണിക്കപ്പെടുന്നത്. കസോവരി എന്ന മറ്റൊരു പ്രശസ്തമായ പക്ഷി എമുവിന്റെ ബന്ധു കൂടിയാണ്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൽ പലയിടത്തും എമു പക്ഷികളെ ഇറച്ചി, മുട്ട എന്നിവയ്ക്കായി വളർത്തുന്നുണ്ട്. എന്നാൽ പണ്ട് എമു പക്ഷികളിൽ ഒരൊറ്റ വിഭാഗമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കുള്ളൻ എമുക്കൾ എന്നിരുന്ന പക്ഷികൾ. ഇവ വംശനാശം വന്ന് മറഞ്ഞുപോയെന്നാണ് പറയുന്നത്. പണ്ട് തെക്കൻ ഓസ്ട്രേലിയൻ മേഖലയിൽ 3 തരം എമു പക്ഷികൾ ജീവിച്ചിരുന്നു. ടാസ്മാനിയൻ എമു, കിങ് ഐലൻഡ് എമു, കങ്കാരു ഐലൻഡ് എമു എന്നിവയാണ് ഇവ. എന്നാൽ ഒരു ഹിമയുഗ കാലഘട്ടത്തിൽ കടൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ദ്വീപുകളുടെ വിസ്തീർണം കുറയുകയും തൽഫലമായി ഇൻസുലർ എന്നറിയപ്പെടുന്ന പരിണാമ പ്രക്രിയയാൽ ഇവയുടെ ശരീരം 44% ചെറുതാകുകയും ചെയ്തു. ദ്വീപുകളിലും മറ്റും ഭക്ഷണ സ്രോതസ്സുകൾ കുറവാകുമ്പോൾ അതിജീവനത്തിനായി ജീവികളുടെ ഭാവി തലമുറയുടെ ശരീരവലുപ്പം കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇങ്ങനെയാണ് കുള്ളൻ എമുക്കളുടെ ഉത്ഭവം. എന്നാൽ വലുപ്പത്തിലെ കുറവ് മുട്ടകളെ ബാധിച്ചില്ല. മെയിൻലാൻഡ് എമു പക്ഷികൾ ഇടുന്ന അതേ വലുപ്പത്തിലുള്ള മുട്ടകളാണ് കുള്ളൻ എമുക്കളും ഇടുന്നത്. യൂറോപ്യന്മാർ ഓസ്ട്രേലിയയിൽ വന്നതോടുകൂടിയാണ് എമുക്കളുടെ കഷ്ടകാലം തുടങ്ങിയത്. ഇറച്ചിക്ക് വേണ്ടി വലിയ രീതിയിൽ ഇവ വേട്ടയാടപ്പെട്ടു. ഇത്തരം എമുക്കൾ അതിജീവനം നടത്തിയെങ്കിലും പതിയെ വംശനാശത്തെ അഭിമുഖീകരിച്ചു തുടങ്ങി. 1805-ൽ കിങ് ഐലൻഡ് എമുക്കൾ ദ്വീപിൽ നിന്നും മാഞ്ഞു. ഇവയിൽ അവസാനം കണ്ടെത്തിയ 2 ഇണപക്ഷികളെ പാരീസിൽ വളർത്താൻ നോക്കിയെങ്കിലും 1822-ൽ ഇവ ചത്തു. കങ്കാരു ഐലൻഡിലെ കുള്ളൻ എമുക്കൾ 1830-ലും ടാസ്മാനിയയിലെ പക്ഷികൾ 1850-ലും ചത്തൊടുങ്ങിയതോടെ കുള്ളൻ എമു വംശത്തിന് അവസാനമായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.